പേരാമ്പ്രയിലെ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരായ അനൗൺസ്മെന്റ് വിവാദത്തിൽ LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണൻ നോട്ടീസ്. UDFന്റെ പരാതിയിലാണ് ഡെപ്യൂട്ടി കളക്ടർ നോട്ടീസ് നൽകിയത്. UDF സ്ഥാനാർത്ഥിക്കെതിരായ വിവാദ അനൗൺസ്മെന്റ് ഏറെ അപകടകരമായെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഇത് വൻ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും ശിഹാബ് തങ്ങൾ പറയുന്നു. ഫാത്തിമ തഹ്ലിക്ക് എതിരെ ഇപ്പോൾ അവർ പുറത്തിറക്കിയിട്ടുള്ള ആ ഒരു വീഡിയോ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. കാരണം നമ്മളിപ്പോൾ മുസ്ലിം ലീഗ് ആവട്ടെ UDF ആവട്ടെ അവിടെ മതസൗഹാർദ്ദത്തെ തകർത്തുകൊണ്ടുള്ള ഒരു നേട്ടം ആരും ഇഷ്ടപ്പെടുന്നില്ല. അതല്ല നമുക്ക് ആവശ്യം. ഒരു തെരഞ്ഞെടുപ്പിൽ സഹവർത്തിത്വമാണ് ആവശ്യം. എല്ലാ സമൂഹങ്ങളുടെയും വോട്ടുകൾ വാങ്ങി ജയിക്കുക എന്നുള്ളതിനെ ഏതൊരു സ്ഥാനാർത്ഥിയും ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ അവിടെ UDFന്റെ സ്ഥാനാർത്ഥികളും ചെയ്യുന്നത്. എല്ലായിടത്തും, അവിടെ മാത്രമല്ല. ഒരിക്കലും മതം പറഞ്ഞ് വോട്ട് വാങ്ങുന്ന ഒരു ചരിത്രമോ പാരമ്പര്യമോ UDFനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. വർഷ ഗിരീഷും നിഖിൽ പരമേശുമാണ് വാർത്തകൾ ഒരുങ്ങുമ്പോൾ ചേരുന്നത്. ആദ്യം വർഷയിലേക്കാണ്. വർഷ, ഇതിൽ എന്താണ് ഉണ്ടായത് എന്ന് LDF അന്വേഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് LDFന്റെ പ്രചരണ വാഹനമാണ്. ഫാത്തിമ തഹ്ലിയ പറയുന്നത് പ്രകാരം അതൊരു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഒരു പ്രാദേശിക പ്രവർത്തകരുടെ ശബ്ദമാണ്. അത് ഒരു സ്റ്റുഡിയോയിൽ തയ്യാറാക്കിയതാണ്. എന്താണ് അതിലുണ്ടായത് എന്ന് LDF അന്വേഷിക്കുന്നുണ്ടോ? അത് വർഗീയ പ്രചരണമായിരുന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അപ്പോൾ ഈ നോട്ടീസിന് എന്താകും LDFന്റെ മറുപടി? വർഷ, ഹാഷ്മിയെ കഴിഞ്ഞ ദിവസം വരെ TP രാമകൃഷ്ണനുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് അത്തരമൊരു അന്വേഷണം നടക്കുന്നതായൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. പ്രധാനമായും പറയുന്നത് പാർട്ടിക്കോ അല്ലെങ്കിൽ തനിക്കോ ഈ ഒരു വിഷയത്തിൽ യാതൊരു പങ്കുമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് TP രാമകൃഷ്ണൻ പ്രതികരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഒരു ആരോപണം കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പ്രധാനമായും 3 കേസുകളായിരുന്നു നൽകിയിരുന്നത്. ഇതിൽ ജില്ലാ ഭരണകൂടത്തിന് നൽകിയ കേസിലാണ് ഇപ്പോൾ നടപടിയായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് മാതൃകാ ചട്ടലംഘനമാണ്. അതായത് ഈ ഒരു വിവാദത്തിലൂടെ മാതൃകാ പെരുമാറ്റ ചട്ടലംഘനം നടത്തിയെന്നുള്ളതാണ് ഡെപ്യൂട്ടി കളക്ടർ നൽകിയ നോട്ടീസിൽ പ്രധാനമായും പറയുന്നത്. ഈ വിഷയത്തിൽ ഇനി കൂടുതൽ വിശദീകരണം നൽകേണ്ടത് LDF ആണ്. ഇതിൽ എത്രമാത്രം പങ്കില്ല എന്ന് പറഞ്ഞാലും കൃത്യമായ തെളിവുകൾ UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇവിടെ LDFനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത്. കൃത്യമായി റെക്കോർഡ് ചെയ്ത് തയ്യാറാക്കിയ ഒരു പ്രസംഗം തന്നെയാണിത്. LDF സ്ഥാനാർത്ഥി TP രാമകൃഷ്ണന്റെ പ്രചരണത്തിന് വേണ്ടി തയ്യാറാക്കിയ അനൗൺസ്മെന്റ് ആണ്. എത്രമാത്രം ഇതിൽ പങ്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും ഇതിനൊരു ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഇനിയിപ്പോൾ നോട്ടീസ് നൽകിയതോടുകൂടി വിശദീകരണം നൽകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് LDF എത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് TP രാമകൃഷ്ണന്റെ LDF കൺവീനറും പേരാമ്പ്ര മണ്ഡലം സ്ഥാനാർത്ഥിയുമായ TP രാമകൃഷ്ണന്റെ പത്രസമ്മേളനമുണ്ട്. അതിൽ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് അദ്ദേഹം മാധ്യമങ്ങളെ വിളിച്ചിട്ടുള്ളത്. ആ സമയം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണം അദ്ദേഹത്തിൽ നിന്നും അദ്ദേഹം നൽകുമെന്നാണ് കരുതുന്നത്. ആഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.